നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മളെല്ലാവരും കഴിഞ്ഞ ദിവസങ്ങളിലായി വാർത്താ മാധ്യമങ്ങളിലൂടെ നിരന്തരം അറിഞ്ഞുകൊണ്ടും വായിച്ചുകൊണ്ടും ഇരിക്കുന്ന സംഭവവികാസങ്ങൾ നമ്മുടെയൊക്കെ നെഞ്ചിനെ, നമ്മുടെയൊക്കെ ഹൃദയത്തെ, നമ്മുടെയൊക്കെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്ന, സമാനതകളില്ലാത്ത കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമാണ് ഈ അടുത്ത് വയനാട് ജില്ലയിലെ ചൂരൽമലയിലും മുണ്ടക്കയിലും നടന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളൊക്കെ അതിന്റെ ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളിലൂടെ അതിനറിഞ്ഞവരാണ്. 300ഓളം പേർ ഒരൊറ്റ ദിവസത്തെ, ഒരൊറ്റ രാത്രിയിൽ 300ഓളം പേർ പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായി നാളത്തെ പ്രഭാതത്തിന്റെ പുലരിയുടെ സൂര്യോദയം കണ്ട് ഉറങ്ങിയ ആളുകൾ ഒരൊറ്റ രാത്രി കൊണ്ട് അവരുടെ ജീവിതവും പ്രതീക്ഷയും ഒക്കെ അസ്തമിച്ചു പോകുന്ന ഒരു പ്രത്യേക സാഹചര്യം. അല്ലാഹുവിന്റെ വലിയ ശിക്ഷ എന്ന് വേണമെങ്കിൽ നമുക്കതിനെ വിശേഷിപ്പിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയാണ്. മുഅ്മിനീങ്ങൾ പാഠം ഉൾക്കൊള്ളാൻ, സത്യവിശ്വാസികൾ പാഠം ഉൾക്കൊള്ളാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ചില ശിക്ഷകൾ പലർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. ഇതൊക്കെ അല്ലാഹുവിന്റെ ഒരു പരീക്ഷണമായി കാണണം. അല്ലാഹുവിന്റെ വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ പറയുന്നുണ്ട്, കുല്ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തൊക്കെ നമുക്ക് വിധിച്ചിട്ടുണ്ടോ, എന്തൊക്കെ മുസീബത്തുകൾ, എന്തൊക്കെ ആപത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിധിച്ചിട്ടുണ്ടോ അതെല്ലാം നമുക്കെത്തും. അതിനെ തട്ടി മാറ്റാൻ, അതിനെ തടുക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. എന്നാൽ തടുക്കാൻ കഴിയുന്ന ചില വസ്തുതകൾ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അസ്സദഖത്തു തുർദിൽ ബലായ, സ്വതക്കക്ക് വലിയത്തുകളെ തടുക്കാൻ കഴിയും. ദാനധർമ്മങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖദർ ഖദാഇനെ തടുക്കാൻ കഴിയുമെന്ന് ഹബീബായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. ഇതെല്ലാം അല്ലാഹുവിന്റെ ഒരു വിധിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിധിച്ചത് മുഴുവൻ നമുക്കെത്തും. അതിനപ്പുറത്ത് അല്ലാഹുവിന്റെ ഒരു പരീക്ഷണം കൂടിയാണ് ഇതെല്ലാം. വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ പറയുന്നുണ്ട്, വലയബ്ലുവന്നകും ബിനഖ്സിൻ മിനൽ അംവാലി വൽ അംവാൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ വളരെ കൃത്യമായി പറയുന്നത്, നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ പണം, നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ വീടുകൾ, നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ബന്ധുജനങ്ങൾ, ഇങ്ങനെയുള്ള എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കും. എല്ലാവരുടെ ജീവനുകൾ അപഹരിച്ചുകൊണ്ട്, നിങ്ങളുടെ സമ്പത്ത് നശിപ്പിച്ചുകൊണ്ട്, നിങ്ങളുടെ കച്ചവടം, ബിസിനസ്സുകളിൽ തകർച്ച വരുത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പരീക്ഷിക്കും. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതവും മരണവും സൃഷ്ടിച്ചത് തന്നെ നിങ്ങൾ ആരൊക്കെ നന്മ ചെയ്യുന്നുണ്ട് നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമലാ, നിങ്ങളിൽ ഏറ്റവും കൂടുതൽ ആരാണ് നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് എന്നതിന് വേണ്ടി തന്നെയാണ് അല്ലാഹു ജീവിതവും മരണവും സൃഷ്ടിച്ചത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലൂടെ നമ്മെ ഉത്ബോധിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ അല്ലാഹുവിന്റെ ഒരു പരീക്ഷണമായി, ഒരു മുന്നറിയിപ്പായി, ഒരു തഹ്ദീറായി നമ്മൾ കാണണം. ഒരു മുന്നറിയിപ്പാണ് ഇതെല്ലാം. നമ്മൾ നന്മകൾ ചെയ്താതെ നമ്മൾ തിന്മകളിൽ അഭിരമിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം വലിയ ദുരന്തങ്ങളും നമുക്ക് നൽകും, നമുക്ക് പാഠം ഉൾക്കൊള്ളാൻ വേണ്ടി. ഇത്തരം വലിയ മുസീബത്തുകൾക്ക് കേരളം കണ്ട വലിയ പ്രളയങ്ങൾ സംഭവിച്ചു. അതിനുശേഷം വലിയ ദുരന്തങ്ങൾ കവളപ്പാറയിലും ചൂരൽമലയിലും ഒക്കെ സംഭവിച്ചു. എന്താണ് ഇതിന് കാരണം? പ്രധാനമായും 2 കാരണങ്ങളുണ്ട്. ഒന്ന് ആത്മീയമായ ശോഷണമാണ്. ആത്മീയമായി മുസ്ലിം സമൂഹം വളരെ തകർന്നുപോയി. ആത്മീയമായ കാര്യങ്ങളിൽ മുസ്ലിം സമൂഹം പിറകോട്ടടിക്കാൻ തുടങ്ങി. മഹദിയായ ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹയെ തൊട്ട് മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഉണ്ട്. മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അന്നഹു ദഖല അലാ ആയിഷത ഹുവ വറജുലുൻ ആഖറ. മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു ഒരാളും കൂടി മഹദിയായ ഉമ്മഹാത്തുൽ മുഅ്മിനീന്റെ പ്രധാനിയായ ആയിഷ ബിബിയുടെ മുമ്പിൽ ചെന്നു. ആയിഷ ബിബിയുടെ മുമ്പിൽ ചെന്നിട്ട് ചോദിച്ചു, ഹദ്ദിസീന അൻ സൽസല. ആയിഷ ബിബിയെ, ഈ ഭൂമി തകർച്ചയെ കുറിച്ച്, ഉരുൾപൊട്ടലിനെ കുറിച്ച്, ഭൂമി ഇങ്ങനെ തകർന്നു പോകുന്ന സിൽസാലിനെ കുറിച്ച് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരണം. എന്താണ് അതിന് കാരണം? എന്താണതിന് കാരണം എന്ന് പറഞ്ഞു തരണം. ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഫഖാലത് ഇദസ്തബാഹു സിന. നിങ്ങൾ വ്യഭിചാരം ഹലാലാക്കി കണ്ടാൽ, വ്യഭിചാരം ഹലാലാകുന്ന ഒരു സമൂഹം വളർന്നു വന്നാൽ, അന്യ പെണ്ണും അന്യ പുരുഷനും പരസ്പരം ദർശിക്കൽ, കാണൽ ഹറാമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹം വന്നാൽ, വശരിബുൽ ഖംറ,
കള്ള് കുടിക്കുന്ന, മദ്യപിക്കുന്ന, കള്ള് കുടിച്ച് ലക്കുകളുന്ന ഒരു സമൂഹം വളർന്നു വന്നാൽ, മ്യൂസിക് ഉപകരണങ്ങൾ വർദ്ധിപ്പിക്കുന്ന, മ്യൂസിക് ഉപകരണങ്ങൾ ഉപയോഗിക്കുന്ന സമൂഹം വർദ്ധിച്ചാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖാലല്ലാഹു അസ്സ വ ജല്ല ഫീ സമാഇ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്ത് നിന്ന് നിൽക്കാത്ത രൂപത്തിലുള്ള മഴ വർഷിപ്പിക്കും. ഫഖാല ലിൽ അർദി തസൽസിലി ബിഹിം, ഭൂമിയോട് അല്ലാഹു പറയും, ഭൂമിയോട് അല്ലാഹു കൽപ്പിക്കും, ഭൂമിയെ നീ ജനങ്ങളെ കൊണ്ട് കുളിച്ചാക്കണം, ജനങ്ങളെ കൊണ്ട് നീ ഭൂകമ്പം സൃഷ്ടിക്കണമെന്ന് ഭൂമിയോട് അല്ലാഹു കൽപ്പിക്കുമെന്ന് മഹതിയായ ആയിഷത്തുൽ സുഹറ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു കൊടുത്തെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അന്യ പെണ്ണും അന്യ പുരുഷനും കാണുന്നത്, അന്യ പെണ്ണിന്റെ സംസാരം കേൾക്കുന്നത്, അന്യ പെണ്ണിന്റെ ലഗ്നമേനി കാണുന്നത് ഹറാമല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹം, ഒരു യുവതലമുറ നമ്മുടെ മുമ്പിൽ കടന്നു പോകുന്നുണ്ട്. കള്ള് കുടിക്കുന്ന, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന സമൂഹം വളർന്നു വരുന്നുണ്ട്. മ്യൂസിക് ഉപകരണങ്ങൾ, ഉളുപ്പില്ലാത്ത രീതിയിൽ ഡാൻസും പാട്ടും കൂത്തുമായി സ്കൂളുകളിലും കോളേജുകളിലും അങ്ങാടികളിലും വരെ നമ്മുടെ സമൂഹം, യുവസമൂഹം ആഘോഷിക്കുന്ന ഒരു ഘട്ടം വളർന്നു വരികയാണ്. ഇത് തന്നെയാണ് ഏറ്റവും വലിയ ഒന്നാമത്തെ കാരണം. ആത്മീയമായി നമ്മൾ തകർന്നുപോയി. മുസ്ലിം സമൂഹം ആത്മീയമായി തകർന്നുപോയി. പള്ളികൾ വിജനമാകുന്നു. സ്വലാത്ത് മജ്‌ലിസിൽ പങ്കെടുക്കാൻ അങ്കുലി പരിമിതമായ ആളുകൾ മാത്രം വരുന്നു. വിരലെണ്ണാവുന്ന ആളുകൾ മാത്രം പള്ളിയിലും മദ്രസയിലും മജ്‌ലിസിലും സദസ്സും ഉണ്ടാകുമ്പോ വിരലെണ്ണാവുന്ന ആളുകൾ മാത്രം പങ്കെടുക്കുന്നു. ഇത് എണ്ണപ്പെട്ട ആളുകൾക്ക് മാത്രം പറയപ്പെട്ടതല്ലോ. ഏത് മദ്രസ, ഏത് പള്ളിയിൽ സ്വലാത്ത് നടക്കുമ്പോഴും, ഏത് പള്ളിയിൽ മജ്‌ലിസ് നടക്കുമ്പോഴും അതിലൊക്കെ ഭാഗമാക്കാൻ ഓരോ മഹല്ലിലെ ആളുകൾക്കും ഉത്തരവാദിത്തമുണ്ട്. വിരലെണ്ണാവുന്ന ആൾ മാസത്തിൽ ഒരു ദിവസം മജ്‌ലിസിലോ സ്വലാത്തോ പള്ളിയിലോ മദ്രസയിലോ നടക്കുമ്പോ അങ്കുലി പരിമിതമായ ആളുകൾ മാത്രം പങ്കെടുക്കുന്നു. ആത്മീയത നഷ്ടപ്പെട്ടു പോയി. നമ്മുടെ സമൂഹത്തിൽ വീടുകളിൽ നിരന്തരമായി നമ്മുടെ ഉമ്മമാരും ഉപ്പമാരും മൗലിദ് പാരായണം ചെയ്തിരുന്നു, ഖുതുബിയൊക്കെ നടത്തിയിരുന്നു. ഇന്ന് നമ്മുടെ വീടുകളിൽ അത് കാണാനില്ല. ഇന്ന് നമ്മുടെ വീടുകളിൽ പാട്ടും കൂട്ടുമാണ്. വിശാമഗ്രിബിന്റെ ഇടയിൽ വാട്സപ്പും ഫേസ്ബുക്കും യൂട്യൂബുമാണ്. എങ്ങനെയാണ് നമ്മൾ സമൂഹം തകരാതിരിക്കുക? എങ്ങനെയാണ് ഇത്തരം വലിയ ദുരന്തങ്ങൾ നമുക്കില്ലാതിരിക്കുക? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഹബീബായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മഹദിയായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ചോദിക്കുന്ന നബിയെ, നബി തങ്ങൾ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയുന്നു, സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി തങ്ങൾ പറയുന്നത് ആയി കേട്ടു, ഇദാ വഹറത്തിൽ മആസി ഫി ഉമ്മത്തി, എന്റെ ഉമ്മത്തിൽ തെറ്റുകൾ വർദ്ധിച്ചാൽ, കുറ്റങ്ങൾ വർദ്ധിച്ചാൽ, അമ്മതുഹുമുല്ലാഹു ബിഅദാബിൻ മിൻ ഇൻദിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ശിക്ഷ അവർക്ക് നൽകും. അപ്പോ ഉമ്മു സലമ ബിബി ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, അമാ ഫീഹി സ്വാലിഹൂൻ, അവരിൽ തെറ്റ് ചെയ്ത ആളുകൾ മാത്രമല്ലല്ലോ ഉണ്ടാവുക, അവർ നല്ല നിസ്കരിക്കുന്ന, നോമ്പ് അനുഷ്ഠിക്കുന്ന, സകാത്ത് കൊടുക്കുന്ന, ഒരുപാട് പുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാകുമല്ലോ നബിയെ, അവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിക്കുമോ? നബി തങ്ങൾ പറഞ്ഞു, ബലാ, നശിപ്പിക്കും. ഒരു സംശയവുമില്ല. ഒരു സമൂഹം, ഒരു ഉമ്മത്ത് മോശത്തിലായാൽ, അവർ അല്ലാഹുവിനെ എതിരെ ചെയ്ത് പ്രവർത്തിച്ച് ജീവിച്ചാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ സ്വാലിഹീങ്ങളെ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിക്കും. നബി തങ്ങൾ പറയുന്നു, ഫകൈഫ യസ്നഉ ഉലൈക, മഹദിയായ ഉമ്മു സലമ ബിബി ചോദിച്ചു, നബിയെ, അപ്പോൾ പിന്നെ സ്വാലിഹീങ്ങൾ എന്താണ് ചെയ്യുക? മഹദിയായ മഹാനായ പ്രവാചകൻ നബി തങ്ങൾ പറഞ്ഞു, യുസീബുഹും മാ അസ്വാബന്നാസ്, ജനങ്ങൾക്ക് എന്തൊക്കെ വിപത്ത് വരുന്നുണ്ട് അതൊക്കെ സ്വാലിഹീങ്ങൾക്കും കിട്ടും. ജനങ്ങൾ ഉള്ളിൽ തകർന്നു പോകുന്നുണ്ട് എങ്കിൽ അവരുടെ കൂട്ടത്തിൽ സ്വാലിഹീങ്ങൾ ഉണ്ടാകും, ചീത്ത ആളുകൾ ഉണ്ടാകും, എല്ലാവരും ഉണ്ടാകും. പക്ഷെ സ്വാലിഹീങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് ചെല്ലുമ്പോൾ നന്മ കൊടുക്കും എന്നാണ് ഹബീബായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത്. അതുകൊണ്ട് നമ്മൾ നന്മയുടെ വക്താക്കളാവണം. മജ്‌ലിസുകൾ സംഘടിപ്പിക്കുന്നതിൽ പങ്കെടുക്കണം. ആത്മീയമായി നമ്മൾ വളരണം. അത് തന്നെയാണ് രക്ഷയ്ക്കുള്ള മാർഗം. രണ്ടാമത്തെ കാരണം ഭൗതികമായ കാരണങ്ങളാണ്. ഒന്ന് ആത്മീയപരമായ കാരണങ്ങളാണെങ്കിൽ രണ്ട് ഭൗതികമായ കാരണങ്ങളാണ്. വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ പറയുന്നുണ്ട്, ഭൂമി ലോകത്ത് ഫസാദുകൾ ഉണ്ടായത്, വിപത്തുകൾ ഉണ്ടായത് ജനങ്ങളുടെ കരങ്ങൾ പ്രവർത്തിച്ചത് കാരണമാണ്. ജനങ്ങൾ സമ്പത്തുണ്ടാക്കാൻ, പണം സമ്പാദിക്കാൻ പശ്ചിമഘട്ട മലനിരകളെ തുറന്നു. നിത്യഹരിത വനങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്ന 1600 കിലോമീറ്റർ ദൈർഘ്യവും 1,60,000 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുമുള്ള പശ്ചിമഘട്ടത്തെ നമ്മൾ തുറന്നു. കരിങ്കൽ കോഴികൾ ഉണ്ടാക്കി, മലകൾ തുറന്നു, മരം മുറിച്ചു, ജനനമുണ്ടാക്കി, പുഴകളിൽ നിന്ന് മണൽ കോരി. എങ്ങനെയാണ് പിന്നെ ദുരന്തങ്ങൾ ഇല്ലാതിരിക്കുക?
എല്ലാം ജനങ്ങളുടെ പ്രവർത്തനം കൊണ്ടാണ് ഭൂമി തകരുന്നത്, ഭൂമിയിൽ ഇടിമുഴക്കങ്ങൾ ഉണ്ടാകുന്നത്, ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നത്, സുനാമികൾ ഉണ്ടാകുന്നത് എല്ലാം ജനങ്ങളുടെ കരങ്ങൾ പ്രവർത്തിച്ചതിന്റെ പരിണിത ഫലമാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ വളരെ കൃത്യമായി പറയുന്നു. തീർന്നില്ലല്ലോ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ മലകളെ പറ്റി എന്താണ് പറഞ്ഞത്? അലം യജ്അലിൽ അർള മിഹാദാ വൽ ജിബാല ഔതാദാ. ഈ ലോകത്തുള്ള പർവ്വതങ്ങൾ, കുന്നുകളൊക്കെ ഭൂമിയുടെ നിലനിൽപ്പിനെ താങ്ങി നിൽക്കുന്ന ആണികളാണ്. ഭൂമിയുടെ നിലനിൽപ്പിനെ താങ്ങി നിൽക്കുന്ന ആണികളാണ്. ആ ആണികളെ മനുഷ്യൻ കീറി മുറിച്ചാൽ, ആ ആണികളെ JCB ഉപയോഗിച്ച് മാന്തിക്കഴിച്ചാൽ, ആണികൾ തകർന്നാൽ ഭൂമി ചഞ്ചലമാകും, ഭൂമി ഇളകും. അതാണ് സംഭവിക്കുന്നത്. 2011 മാധവ് ഗഡ്കരി എന്ന് പറയുന്ന സർക്കാർ നിയോഗിച്ച ഒരാൾ, ഒരു പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ, അദ്ദേഹം നിരീക്ഷണം നടത്തി പറഞ്ഞു, കേരളത്തിലെ പശ്ചിമഘട്ട മലനിരകൾ വലിയ ബുദ്ധിമുട്ടിലാണ്, വളരെ പ്രയാസത്തിലാണ്. ഇതിങ്ങനെ വിട്ടുപോയാൽ, ഇതിങ്ങനെ തന്നെ നമ്മൾ ഉപേക്ഷിച്ചാൽ കേരളം വലിയ തകർച്ചയിലേക്ക് എത്തുമെന്ന് 2011 അദ്ദേഹം സമർപ്പിച്ച റിപ്പോർട്ട് നമുക്ക് കാണാൻ കഴിയും. 2011 ശേഷം എത്ര പ്രളയങ്ങൾ നമ്മുടെ കേരളം നേരിട്ടു, എത്ര ഉരുൾപൊട്ടലുകൾ നേരിട്ടു. ഇതെല്ലാം നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് എന്ന് മനസ്സിലാക്കണം. അതിനപ്പുറത്ത് മനുഷ്യന് ശക്തിയുമില്ല. എന്നാണ് വിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്. മനുഷ്യൻ ബലഹീനനാണ്. ഇന്നലെ വരെ വീട്ടിൽ കടന്നു വന്ന് തന്റെ മകളെ കെട്ടിക്കാനും ലക്ഷങ്ങൾ വീട്ടിൽ സ്വരൂപിച്ചു വെച്ച ആളുകൾ, നാളെ പ്രഭാതം ഉയർന്നാൽ പണിക്ക് പോകണമെന്ന് കരുതി കിടന്നുറങ്ങിയ ഉപ്പമാർ, സ്കൂളിൽ അതുകൊണ്ട് ഗ്രൗണ്ടിൽ പോയി കളിക്കണമെന്ന് കരുതിയ പിഞ്ചു പൈതങ്ങൾ, ഒരുപാട് ഉമ്മമാർ, എത്ര പെട്ടെന്നാണ് അവരുടെ പ്രതീക്ഷകൾ അസ്തമിച്ചത്. നമ്മളെപ്പോലെ സ്വപ്നം കണ്ടവരാണ്, നമ്മളെപ്പോലെ ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടായിരുന്നവരാണ്. ഒരൊറ്റ രാത്രി കൊണ്ടാണ് ഇല്ലാതായത്. ഒരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല. നമ്മളെപ്പോലെ കവളപ്പാറയിൽ ദുരന്തം വന്നപ്പോ, 2018 പ്രളയം വന്നപ്പോ നമ്മളെപ്പോലെ പത്രം വായിച്ചിരുന്ന ആളുകളാണ്. അവിടെ അങ്ങനെയൊക്കെ സംഭവിച്ചോ? അല്ലാഹുവേ, അവിടെ അങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് കുറിച്ച് നെഞ്ചത്ത് കൈവച്ചിരുന്ന ആളുകളാണ്. ചൂരൽമലയിൽ ഉണ്ടായിരുന്നവരും അവരും അങ്ങനത്തെ ആളുകളാണ്. അങ്ങാടിയിൽ പോയി ചർച്ച നടത്തിയിരുന്ന ആളുകളാണ്. വാട്സപ്പിലും ഫേസ്ബുക്കിലും ചർച്ചകൾ ചെറുപാട് നടത്തിയ ആളുകളാണ്. നമ്മൾ ഇതിന് ചർച്ച ചെയ്യുന്നു. ചൂരൽമലയിലെയും മുണ്ടക്കയിലെയും വയനാട്ടിലെയും ദുരിതബാധിതരെ കുറിച്ച് നമ്മൾ പത്രത്തിൽ വാർത്തകൾ വായിക്കുന്നു. നമ്മൾ ഇന്ന് വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും പോസ്റ്റുകൾ ഷെയർ ചെയ്യുന്നു. നാളെ ഒരു പക്ഷെ നമ്മുടെ വീട്, നമ്മുടെ ശരീരത്തിലൂടെ പൊളിഞ്ഞു ചാടില്ല എന്ന് ആർക്കാണ് അവകാശപ്പെടാൻ കഴിയുക? എത്ര കോടികൾ മുടക്കി, എത്ര ലക്ഷങ്ങൾ മുടക്കി പണിത ഉരുക്കുള്ള ബിൽഡിങ്ങുകളാണെങ്കിലും തകരില്ല എന്ന് പറയാൻ ആർക്കാണ് കഴിയുക? ഭൂമിയിൽ അഹങ്കാരത്തോടു കൂടെ നടക്കരുത്. ഞാനാണ് വലിയവൻ, ഞാനാണ് ഏറ്റവും വലിയവൻ എന്ന് പറഞ്ഞ് നിങ്ങൾ ആരും നടക്കരുത് എന്ന് വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്. നിനക്ക് ഭൂമിയെ പുലർത്താൻ കഴിയില്ല, നിനക്ക് ഭൂമിയെ രണ്ട് കണ്ടമാക്കാൻ നിനക്ക് കഴിയില്ല. പർവ്വതങ്ങളോളം വളരാനും നിനക്ക് കഴിയില്ല. പിന്നെ എന്തിനാണ് വെറുതെ അഹങ്കരിച്ച് നടക്കുന്നത് എന്ന് വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ നമ്മൾ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ചെയ്യേണ്ടത് അല്ലാഹുവിലേക്ക് കൃത്യമായി വ്യക്തമായി തൗബ ചെയ്ത് മടങ്ങുക എന്നത് തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്തിഗ്ഫാർ ചെയ്യുക, അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്നത് വർദ്ധിപ്പിക്കുക. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിലപ്പുറത്ത് ദുരിതബാധിതരായപ്പെട്ട പോയ ആളുകൾ, ദുരിതത്തിൽ അകപ്പെട്ട ആളുകൾ, അവരെ സഹായിക്കുക. അവർക്ക് വേണ്ട ആവശ്യങ്ങൾ നമ്മൾ നിറവേറ്റി കൊടുക്കണം. അതിനുവേണ്ട സന്നദ്ധ പ്രവർത്തകരും സംഘടനകളും ഒക്കെ നമ്മുടെ നാടുകളിൽ ഒരുപാടുണ്ട്. അവരെയൊക്കെ നമ്മൾ കണ്ടറിഞ്ഞ് സഹായിക്കുക. ഇത്തരം ബലാകളും മുസീബത്തുകളും വരാതിരിക്കാനുള്ള ഏറ്റവും വലിയ മാർഗം സ്വതക്ക തന്നെയാണ്. എന്നാണ് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തിയത്. ഇത്തരം ദുരന്തങ്ങളിലും അകപ്പെട്ടവരെ സഹായിക്കണം. അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ നിർവഹിച്ചു കൊടുക്കണം. ഇൻഷാ അല്ലാഹ് ഈ വെള്ളിയാഴ്ച, അടുത്ത വെള്ളിയാഴ്ച നമ്മുടെ മഹല്ലിൽ ഇൻഷാ അല്ലാഹ് വയനാട് ജില്ലയിൽ